ശ്രീ കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓക്കെ, ഞാൻ പറഞ്ഞു 3 ബ്ലോക്കായിട്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കുക. ഈ ഒരു ക്ലാസ്സിൽ 3 ആൾക്കാരെ നമ്മൾ ഡീൽ ചെയ്യും. ഒരു 3 പേര് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞു, 1758 കഴിഞ്ഞു. ഇനി ആരായിരിക്കും അധികാരത്തിൽ വരിക? നിങ്ങൾ പറ. മരുമക്കത്തായല്ലേ വരുന്നത്. സോ ആരായിരിക്കും? സിസ്റ്ററിന്റെ സൺ. ഓക്കെ, അങ്ങനെയായിരിക്കും അധികാരത്തിൽ വരുന്നത്. അനന്തരവനായിരിക്കും അധികാരത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കാർത്തിക തിരുനാൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? കാർത്തിക തിരുനാളിന്റെ കുറച്ച് പേരുകളുണ്ട്. ആ പേരുകൾ റിലേറ്റ് ചെയ്ത് കാർത്തിക തിരുനാൾ ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് പഠിക്കണം. ഓക്കെ, കാർത്തിക തിരുനാൾ ലോങ്ങസ്റ്റ് റൂളർ ആണ്. ഓക്കെ, സോ 1758 തൊട്ട് 1798 വരെയാണ് ഭരണകാലം. 40 വർഷം ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ്ങസ്റ്റ് റൂളർ ആയതുകൊണ്ട് തന്നെ ഓൾഡ് ആയിട്ടുണ്ട് ഏകദേശം, അല്ലെ? അതുകൊണ്ട് വിളിക്കുന്ന പേരാണ് എന്ത്? കിഴവൻ രാജ. കിഴവൻ രാജ. കിഴവൻ രാജ എന്നറിയപ്പെടുന്ന ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓക്കെ അല്ലേ? അടുത്തത് വേറൊരു പേരും കൂടെ ഉണ്ട്, ധർമ്മരാജ. ധർമ്മരാജ എന്നുള്ള പേര് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലത്ത് നമ്മുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് എവിടെയായിരുന്നു? നിങ്ങൾ ഓർത്തു പറ. പത്മനാഭപുരത്തായിരുന്നു, അല്ലെ? കന്യാകുമാരിയിലെ പത്മനാഭപുരത്തായിരുന്നു. അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത് ഏകദേശം 8 വർഷം ബാക്കി ഉണ്ടാകുമ്പോഴാണ് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്, അല്ലെ? സോ അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ധർമ്മരാജാവ് എന്നുള്ള ആ ഒരു പേര് വന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു സമയം നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. എപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? 1758 to 98, അല്ലേ? ആ ഒരു സമയത്ത് ഉള്ള മെയിൻ വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, മെയിൻ ഒരാളാരാണ്? ടിപ്പു സുൽത്താൻ. ഓക്കെ, ടിപ്പു സുൽത്താൻ റിലേറ്റഡ് സമയമാണ്. അപ്പോൾ ഓഫ് കോഴ്സ് എല്ലാ കേരള നാട്ടിലും എന്തുണ്ട്? ടിപ്പു സുൽത്താന്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്താണ്? ടിപ്പു സുൽത്താൻ ആക്രമിക്കുന്ന ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് ആക്രമിച്ച ആ ഒരു സ്ഥലത്ത് രാജാക്കന്മാർക്കും അഭയം കൊടുത്തത് നമ്മുടെ ട്രാവൻകൂർ ആയിരുന്നു, വിച്ച് ഈസ് നമ്മുടെ അന്നത്തെ ഭരണാധികാരി ധർമ്മരാജയായിരുന്നു. കാർത്തിക തിരുനാളായിരുന്നു. അതുകൊണ്ടാണ് കാർത്തിക തിരുനാളിനെ ധർമ്മരാജ എന്ന് പറയുന്നത്, ഇത്രയും ആൾക്കാർക്ക് അഭയം കൊടുത്ത ആ ഒരു കാരണത്താൽ. ഓക്കെ, അത് റിലേറ്റ് ചെയ്ത് റോമിലെ പോപ്പിന്റെ പ്രൈസിങ് ലെറ്റർ ഒക്കെ അദ്ദേഹത്തിന്റെ സർവീസിനെ പ്രൈസ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ ഒക്കെ കിട്ടുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും ടിപ്പു സുൽത്താൻ നമ്മുടെ ധർമ്മരാജനെ അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ ആക്രമിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമണം ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്? നെടുങ്കോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് 1775. ഓക്കെ, 1775 നെടുങ്കോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നെടുങ്കോട്ട 789 ആവുമ്പോൾ ടിപ്പു സുൽത്താൻ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൈസൂരിന്റെ ആ ഒരു എക്സ്പാൻഷൻ റെസിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ആക്രമണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ സംരക്ഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഡച്ചുകാരിൽ നിന്ന് 2 കോട്ട, ഡച്ചുകാർ ഏകദേശം ഇപ്പോൾ നിലംപരിശായി നിൽക്കുകയാണ്. അവരുടെ 2 കോട്ടയുണ്ട്. അത് കൊടുങ്ങല്ലൂരും പള്ളിപ്പുറത്തുള്ള 2 കോട്ടകളാണ്. അത് ആ ഒരു അവസരത്തിൽ നമ്മുടെ ധർമ്മരാജ വാങ്ങുന്നുണ്ട്. 1789 കോട്ട മേടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെടുങ്കോട്ട ഇസ് റിലേറ്റഡ് ടു ധർമ്മരാജ ആൻഡ് ടിപ്പു സുൽത്താൻ. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് ധർമ്മരാജ എന്ന് പേര് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? സോ ആ ഒരു സമയത്ത് എന്താണ് ആ ഒരു സമയത്തിന്റെ പ്രത്യേകത? 1773 ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് അത് നോട്ട് ചെയ്യുന്നത്? ഇവിടെ റെഗുലേറ്റിംഗ് ആക്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ബ്രിട്ടീഷുകാരെ ഏകദേശം പിടിച്ചെടുത്ത അവസ്ഥയാണ്. ധർമ്മരാജയുടെ കാലത്ത് തന്നെ ഏകദേശം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ അധീനതയിലാണ്. പക്ഷെ കംപ്ലീറ്റ്ലി അവരുടെ ഒരു ചൊൽപ്പടിക്ക് നിൽക്കുക അങ്ങനെയുള്ള ആ ഒരു സംഭവമൊക്കെ വരുന്നത് അടുത്ത ബാലരാമവർമ്മയുടെ സമയമാകുമ്പോഴാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി കാർത്തിക തിരുനാൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഓരോരുത്തരും ഓർക്കുമ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഓർക്കണം, ഒരു ക്യാരക്ടറിസ്റ്റിക് ഓർക്കണം എന്നല്ലേ? കാർത്തിക തിരുനാൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് കിഴവൻ രാജ, ധർമ്മരാജ. അതേപോലെ തന്നെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ലിറ്റററി കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് കഥകളി. കഥകളിക്ക് ആ ഒരു അദ്ദേഹം നടത്തിയ ഒരു കോൺട്രിബ്യൂഷൻ അത് ആട്ടക്കഥയുടെ രൂപത്തിലാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആട്ടക്കഥ? ആട്ടക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയുടെ ലിറ്റററി ഫോമാണ് ആട്ടക്കഥ. അപ്പോൾ ധർമ്മരാജ കുറച്ച് ആട്ടക്കഥകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരുകളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, അങ്ങനെ കുറച്ച് രാജസൂയം എന്നൊക്കെയുള്ള കുറച്ച് 5ഓളം ആട്ടക്കഥകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് ധർമ്മരാജ. സോ ആട്ടക്കഥ ഈസ് റിലേറ്റഡ് ടു നമ്മുടെ ധർമ്മരാജ. ഓക്കെ, അതേ സമയമാണ്
ഒരു ബുക്കും കൂടെ എഴുതിയിട്ടുണ്ട്, ബാലരാമ ഭരതം. ബാലരമ അല്ല, ബാലരാമ ഭരതം. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഭരതമുനിയുടെ നാട്ടുശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് ബാലരമ ഭരതം ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ആ ഒരു സമയത്തുള്ള അദ്ദേഹത്തിന്റെ സമയത്തുള്ള ഒരു പോയറ്റാണ് ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? നളചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യരാണ്. അതും കൂടെ ഇത് റിലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാർത്തിക തിരുനാളിന്റെ ദിവാൻ, ദളവ എന്നുള്ള കുറച്ച് ആളുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? സോ അവരെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ദളവ ഉണ്ടായിരുന്നു. ആ ദളവയുടെ പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് നോക്കാനുള്ളത് രാജാ കേശവദാസ് എന്ന് പറയുന്ന ഒരു ദിവാനെയാണ്. ഫസ്റ്റ് ദിവാൻ ഓഫ് ട്രാവൻകൂർ. ദളവ എന്നുള്ള പേര് മാറി ഇപ്പൊ ദിവാൻ എന്നാണ് കറക്റ്റ്ലി പറയുന്നത്. ദിവാൻ ഏകദേശം ഒരു പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അതിനെയാണ് ഗ്രേറ്റ് ദിവാൻജി നമ്മൾ പറയുന്നത്. രാജാ കേശവദാസിനെയാണ്. രാജാ കേശവദാസ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ കാർത്തിക തിരുനാൾ അല്ലെങ്കിൽ ധർമ്മരാജയ്ക്ക് കൊടുത്തിട്ടുണ്ട്. റിയൽ നെയിം എന്താണ്? കേശവ പിള്ളയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ട്രീറ്റി ഒക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു സയന്റിഫിക് ലാൻഡ് റവന്യൂ സിസ്റ്റം ഉണ്ടാക്കിയത് 1795 ആരാണ്? കേശവദാസ് ആണ്. തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേശവദാസപുരം അല്ലെ? കേശവദാസപുരം ഈ രാജാ കേശവദാസിന്റെ പേരിലാണ്. ഓക്കെ, അതെങ്ങനെയാ വന്നത്? ഈ MC റോഡിന്റെ കൺസ്ട്രക്ഷന് മുൻകൈ എടുത്തത് രാജാ കേശവദാസ് ആണ്. NH1 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹൈവേ 1. ഓക്കെ, സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കേശവദാസപുരത്തു നിന്നാണ്. ആ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയത് രാജാ കേശവദാസ് ആണ്. അദ്ദേഹം ധർമ്മരാജയുടെ ദിവാനായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ആലപ്പുഴ പോർട്ടിന്റെ വികസനം, ചാല മാർക്കറ്റ്, തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പോയിട്ടുണ്ടാവും ചാല മാർക്കറ്റ് അല്ലെ? ചാല മാർക്കറ്റിന്റെ മാർക്കറ്റ് കൺസ്ട്രക്ട് ചെയ്തത്, അതേപോലെ ആലപ്പുഴ പോർട്ട് കൺസ്ട്രക്ട് ചെയ്തത് ഒക്കെ ആരാണ്? രാജാ കേശവദാസ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തൊരു ആളുണ്ട്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ധർമ്മരാജ. നമ്മൾ കാർത്തിക തിരുനാൾ പഠിക്കുമ്പോൾ രണ്ടാൾക്കാരെയാണ് പഠിക്കുന്നത്. ഒരാൾ രാജാ കേശവദാസ്. രണ്ടാമത്തെ ദളവ ആരാണ്? നമുക്ക് പഠിക്കാനുള്ള ആള് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളക്കും നല്ല രീതിക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. റവന്യൂ സിസ്റ്റം ഒക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, സാമൂതിരിക്കെതിരെ ആയിട്ടുള്ള അയ്യപ്പൻ മാർത്താണ്ഡപിള്ള പറയുമ്പോൾ സുചേന്ദ്രം ട്രീറ്റി എന്ന് പറഞ്ഞൊരു ട്രീറ്റി, സുചേന്ദ്ര സന്ധി എന്ന് പറഞ്ഞ സന്ധി നമ്മൾ പറയാനുണ്ട്. ഞാൻ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമൂതിരിക്കെതിരെയുള്ള ആ ഒരു സംഭവം ലീഡ് ചെയ്യാൻ ധർമ്മരാജയ്ക്ക് വേണ്ടി അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചത് ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയായിരുന്നു. അതേപോലെ അതാണ് പറയുന്നത് സുചേന്ദ്രം ട്രീറ്റി 1762. അപ്പൊ എന്താണ് സുചേന്ദ്രം ട്രീറ്റി? അയ്യപ്പൻ പിള്ള പഠിക്കുമ്പോൾ അതേപോലെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ തിരുവിതാംകൂറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും എന്തിനായിരിക്കും? റവന്യൂ കളക്ഷനുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ സൗത്ത് നോർത്ത്, വെസ്റ്റ് എന്ന് പറഞ്ഞ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം, വർക്കലയുടെ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്നത് ഈ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. കേശവദാസപുരം, രാജാ കേശവദാസ്, MC റോഡ്, രാജാ കേശവദാസ്, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കട്ടെ, ഒരു കഥ പോലെ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സുചേന്ദ്രൻ ട്രീറ്റി ആണ്. സുചേന്ദ്രൻ ട്രീറ്റി പഠിക്കുമ്പോൾ ഓക്കെ, കേരളം, ഓക്കെ, കോലത്തുനാട്, സാമൂതിരി, ഇവിടെ ആരുണ്ട്? ട്രാവൻകൂർ, ഇവിടെ കൊല്ലമുണ്ട്, കൊച്ചി ഉണ്ടല്ലേ, കൊച്ചി. ഓക്കെ, അപ്പോൾ ഈ സാമൂതിരി തിരുവിതാംകൂർ കഴിയുമ്പോൾ പിന്നെ പവർഫുൾ ആയിട്ടുള്ള ആളാരാണ്? സാമൂതിരി. അപ്പൊ സാമൂതിരി എന്ത് ചെയ്യും? തൻ്റെ ആ ഒരു കിങ്ഡം എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അതിന്റെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഈ ഒരു കൊച്ചി രാജാവ്, അന്നത്തെ കേരളവർമ്മ രാജാവ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്, തിരുവിതാംകൂറിനോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സുചേന്ദ്രൻ ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ വെച്ച് അവരൊരു ട്രീറ്റിയിൽ ഒപ്പിടുവാണ്. ഈ ഒരു സാമൂതിരിയുടെ ആ ഒരു അറ്റാക്കിനെതിരെ അവർ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് സന്ധി. അതാണ് 1762 സുചേന്ദ്രം ട്രീറ്റി. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ റിലേറ്റഡ് ടു കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓക്കെ, കാർത്തിക തിരുനാൾ രാമവർമ്മ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് റീക്യാപ്പ് എന്തൊക്കെ പറയാനുണ്ട്? 1758 വരുന്നു ലോങ്സ്റ്റ് റൂളർ, 40 years വിച്ച് ഈസ് 1798 വരെ ആരുണ്ട്? കാർത്തിക തിരുനാൾ രാമവർമ്മ ഉണ്ട്. അതിന്റെ അടുത്ത് നമ്മൾ ആരൊക്കെ നോക്കണം?
രാജ കേശവദാസ്, അയ്യപ്പൻ പിള്ള, അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഇവരെയൊക്കെ ഓർക്കണം. ചാലൈ സിറ്റിയുടെ ആരാണ് കൺസ്ട്രക്ടർ ഓഫ് വർക്കല, ആർക്കിടെക്ചർ ഓഫ് വർക്കല, ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഓർക്കണം. അത് റിലേറ്റ് ചെയ്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് 1762 ഭരണത്തിൽ കയറി 4 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ശുചീന്ദ്രം ട്രീറ്റി വരുന്നത്. അതും ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ 1789 എന്ത് ചെയ്തിട്ടുണ്ട്, ടിപ്പു നെടുങ്കോട്ടേനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ ആ വർഷം തന്നെ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ആരെന്നാണ് വാങ്ങിച്ചത്, ഡച്ചുകാരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, വേറൊരു കാര്യം കൂടെ ഉണ്ട്, വിച്ച് ഈസ് എന്താണ്, രണ്ടാം തൃപ്പടിദാനം. ഓക്കെ, മാർത്താണ്ഡവർമ്മയാണ് ട്രാവൻകൂർ തിരുവിതാംകൂറിന്റെ മാക്സിമം എക്സ്പാൻഷൻ നടത്തിയത്. എക്സ്പാൻഷൻ ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്, ഫസ്റ്റ് തൃപ്പടിദാനം നടത്തി, വിച്ച് ഈസ് ആ ഒരു ശ്രീ പത്മനാഭന് അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് സമർപ്പിച്ചു അല്ലെ. അതേപോലെ തന്നെ ഇപ്പോൾ കാർത്തിക തിരുനാളിന് പിന്നീടുള്ള വർക്ക്, ആ ഒരു കോൺഫ്ലിക്ട്സ് മാർത്താണ്ഡവർമ്മേനേക്കാളും കുറവാണ്. എന്നാലും ടിപ്പു സുൽത്താന്റെ സംഭവമുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, ഓക്കെ, സാമൂതിരി അവിടുന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പിന്നീട് ആ ഒരു മാർത്താണ്ഡവർമ്മ കെട്ടിപ്പടുത്ത തിരുവിതാംകൂറിലാണ് നമ്മുടെ കാർത്തിക തിരുനാൾ ഭരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ കാർത്തിക തിരുനാളും ചെറിയ കുറച്ച് പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൺക്വയർ ചെയ്തിട്ടുണ്ട്, പിടിച്ചെടുത്തിട്ടുണ്ട്. സോ അതും അദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ടുള്ള മാർത്താണ്ഡവർമ്മേനെ പോലെ തന്നെ തൃപ്പടിദാനം നടത്തി ശ്രീ പത്മനാഭ സ്വാമിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കാഴ്ചവെച്ചു എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നടത്തിയ വർഷം 1766 ആണ്. ഓക്കെ, അപ്പൊ ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത് 1750 രണ്ടാം തൃപ്പടിദാനം 6666. ഓക്കെ, രണ്ടാം തൃപ്പടിദാനം എപ്പോഴാണ്, 1766. ഓക്കെ അല്ലേ?